ഈ ഒരു വാഹനം ശ്രദ്ധിക്കൂ. ഇതൊരു പിങ്ക് പോലീസിൻ്റെ വാഹനമാണ്. ഇവരുടെ ഡ്യൂട്ടി എന്താണ്? കാലത്തൊട്ടിട്ട് വുമൻസിൻ്റെ സേഫ്റ്റി, അതേപോലെ തന്നെ കുട്ടികളുടെ ഈ പറയുന്ന പോലെയുള്ള സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പെട്രോളിങ്ങിന് ഇറങ്ങുന്ന ഒരു വാഹനമാണിത്. സ്ത്രീകളാണിത് കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ഈ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് അടച്ചിട്ടില്ല, ടാക്സ് അടച്ചിട്ടില്ല. ഇൻഷുറൻസ് ഇതുവരെ എടുത്തിട്ടുമില്ല, ടാക്സ് ഇതുവരെ അടയ്ക്കാതെ നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ്. നമ്മുടെ നിയമപാലകർ എന്ന് നമ്മൾ വിളിക്കുന്ന ആൾക്കാർ നിയമത്തിൻ്റെ കാര്യത്തിൽ എത്രത്തോളം ശ്രദ്ധാലുക്കളാണ് എന്നുള്ളതിൻ്റെ തെളിവാണത്. നിയമപാലകർ എന്ന് നമ്മൾ വിളിക്കുന്ന ആൾക്കാർ അവരുടെ വാഹനങ്ങളുടെ കാര്യത്തിലോ അല്ലെങ്കിൽ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യത്തിലോ എത്രത്തോളം ശ്രദ്ധാലുക്കളാണെന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് MVDയിലേക്ക് വിരൽ ചൂണ്ടേണ്ടത്. അതായത് ഗണേഷ് കുമാറിൻ്റെ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് അതോറിറ്റീസിൻ്റെ എല്ലാ മാസം 1-ാം തീയതി ആകുമ്പോൾ ഫുൾ ചെക്ക് ചെയ്തിട്ട് വേണം അവർക്ക് ഈ പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാനായിട്ടോ. ടാക്സും ഇൻഷുറൻസും ഇതുവരെ ഉപയോഗത്തിൽ കൊണ്ടുവരാത്ത ഒരു പിങ്ക് പോലീസിൻ്റെ വാഹനം നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. ജനങ്ങളിൽ നിന്ന് നിയമം തെറ്റിച്ചതിന് ഫൈൻ ഈടാക്കുന്നു. ഇതിനൊക്കെയുള്ള ഫൈൻ ആര് ഈടാക്കും? ഇവിടെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഉള്ള ഇവർ നിയമപാലകർ നിയമത്തിൻ്റെ കാര്യത്തിൽ എത്രത്തോളം ശ്രദ്ധാലുക്കളല്ല എന്നുള്ളതിൻ്റെ തെളിവാണിത്. അതേപോലെ തന്നെ MVD ഡിപ്പാർട്ട്മെൻറ്റ് എത്രത്തോളം ഈ കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളല്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. അല്ലെങ്കിൽ ഗണേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെയുള്ള വാഹനങ്ങൾ ചെക്ക് ചെയ്യേണ്ട എന്ന്? അപ്പോൾ നിയമകാര്യങ്ങളിൽ നിയമപാലകർ എത്രത്തോളം ശ്രദ്ധാലുക്കളാണ് എന്നുള്ളതിൻ്റെ തെളിവാണിതെന്ന് പറഞ്ഞുകൊണ്ട് ബൈ.